मुसलमानों से लड़ रहे हैं, इसके बाद मादर चोद ईसाई बन रहे हो तुम। इसका देते हुए पूरा वीडियो बनना चाहिए। इधर इधर देखो, बस चलो ऑन करो वीडियो। हो गया। लाओ, बोलो कैमरे पे सारी फोटो बोलो ना, बोलो, मैं बोल रहा हूँ पीछे बोलो। सारी फोटो, सारी किताबें ईसा मसीह की मैंने दे दी है। अब मेरे घर से कुछ भी ईसा मसीह का अगर बरामद हुआ तो मेरी जिम्मेदारी है। ठीक, अली लुलिया बोलो मादर चोद। तब बोलते थे ना अली लुलिया घोसड़ी वाले, अली लुलिया मादर चोदों की। चलो, इसे डंडे से समझोगे तो वो उससे समझाते हैं, थाने चल के समझोगे तो वो समझाते हैं। 10 मिनट नहीं डंडा झेल पाओगे, 10 मिनट। बुलाएं फोर्स, सबको घर भर को ले चलें। मैं अपना समझ के आया हूँ तो क्यों घुमा रहे हो मुझे? सच बोलो बेटा, यहाँ बैठो, तुम आओ जरा, आओ बैठो, कोई दिक्कत नहीं है, तुम्हारे भाई जैसे बैठो तुम। इस बिटिया का जीवन क्यों? ഇതാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ലജ്ജ തോന്നുകയാണ് ഈ ജനതയോട്. ഈ RSS എന്ന് പറയുന്ന ഈ നരപൂജകൾക്ക് ചാണകമല്ലാതെ ഇവരുടെ തലയിൽ വേറൊന്നുമില്ലേ, മറ്റൊന്നുമില്ല ഇവരുടെ തലയിൽ. ഇവരെന്താണ് ഇതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് എന്താണ് ഈ രാജ്യത്ത് രാമരാജ്യം എന്ന് പറയുന്ന ഒരു സംവിധാനം സൃഷ്ടിച്ചാൽ ഇവരെന്താണ് നേടാൻ പോകുന്നത്? എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ 1930 ഇവരുടെ രണ്ടാമത്തെ സർസംഘചാലക് ഗുരുജി ഗോൾവാക്കർ എഴുതി വെച്ച പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ആഭ്യന്തര ശത്രുക്കളെ പുറത്താക്കണം. അങ്ങനെ വരുന്ന ആഭ്യന്തര ശത്രുക്കളിൽ ഈ ജയ് ശ്രീറാം വിളിച്ച് അദ്ദേഹത്തെ ആ മരണഭീഷണി കൊടുത്തുകൊണ്ട് ആ പേടിച്ച് ഭയന്ന് നിൽക്കുന്ന അദ്ദേഹത്തെ പേടിപ്പിക്കുന്ന ആ കൂട്ടത്തിൽ പെടുന്ന പലരും ഈ പറയുന്ന ആഭ്യന്തര ശത്രുക്കളിൽപ്പെട്ട് പുറത്തു കൊണ്ടുവരിൽ പലരാണ്. ഇവരിതൊന്നും ചിന്തിക്കുന്നില്ല. ഇവരെയൊക്കെ വിചാരം ഞങ്ങൾ സേഫ് ആണെന്നാ. അല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ ഇപ്പോൾ സേഫാണ് എന്ന് പറയുന്നതിനകത്താണ് ശരി. നിങ്ങൾ ഇപ്പോൾ സേഫാണ്. ഇവിടെ ആദ്യം അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി ചാടിക്കുക, അത് കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ, അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകൾ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊന്നും നടന്ന് ഇവര് വിജയിക്കാൻ സാധിക്കത്തില്ല. ഇവർക്ക് ഈ പറയുന്ന ഒരു പരിപാടികളും ഇന്ത്യയിൽ വളക്കൂറായിട്ട് ഇവർക്ക് മുന്നേറാൻ സാധിക്കത്തില്ല. അതിന് നമ്മളെപ്പോലുള്ള യുവജനങ്ങൾ സമ്മതിക്കത്തുമില്ല, അത് തീർച്ച. പക്ഷെ ഇവർക്ക് സാധിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ഇവർക്ക് സാധിക്കുന്നുണ്ട്. എന്താണ്? ഭയപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്, പലരെയും കൊല്ലാൻ സാധിക്കുന്നുണ്ട്, പല ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ ജയ് ശ്രീറാം എന്ന വിളിയോടുകൂടി ഇവർക്ക് കൊല്ലാൻ സാധിക്കുന്നു. ഇവരും ISISും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ISIS അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് പലരെയും കൊല്ലുന്നു, ഇവർ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പലരെയും കൊല്ലുന്നു. ഇവർക്ക് എന്താണ് ISISനെ കുറ്റം പറയാനും? ഞാൻ കണ്ടെടുത്തോളം RSS എന്ന് പറയുന്ന സംഘടന ISISന്റെ മറ്റൊരു പതിപ്പാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് ഞാൻ കണക്കുകൂട്ടുകയാണ് ISISനെയും RSSനെയും. അവർ അല്ലാഹു അക്ബർ വിളിക്കുന്നു, ഇവർ ജയ് ശ്രീറാം വിളിക്കുന്നു. ഇതിന്റെ അപ്പുറത്തോട്ട് എന്താണ് ഇതിനകത്ത് നടക്കുന്നത്? ഇവരൊരു തീവ്രവാദ സംഘടന തന്നെയാണ്. ഈ തീവ്രവാദ സംഘടനയെ ഇന്ത്യ ഭരിക്കാൻ അനുവദിച്ചുകൂടാ. അതിന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന 26-ാം തീയതി നടക്കുന്ന ഇലക്ഷൻ ഓരോരുത്തരും ബുദ്ധിപരമായി നീങ്ങി അവരവരുടെ വിലപ്പെട്ട വോട്ടവകാശം, അത് നമ്മുടെ ഇന്ത്യയെ രക്ഷപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം അത് വോട്ട് ചെയ്യേണ്ടതെന്ന് ഒരു അപേക്ഷയാണ്. ഇതിന് ഞാൻ മറ്റൊരു സിനിമാ നടന്റെ വാചകം കടമെടുത്ത് സംസാരിക്കുകയാണ്. നമ്മുടെ തമിഴ്നാട്ടില് വിജയ് സേതുപതി ഒരു സദസ്സിനെ നോക്കി പറഞ്ഞിരുന്നു, വാചേട്ടാ, നമ്മുടെ വീടിനൊരാവശ്യം, എന്റെ പ്രശ്നം എനിക്കൊരു പ്രശ്നം, നമ്മുടെ വീടിനൊരു പ്രശ്നം, നമ്മുടെ നാടിനൊരു പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ വരുന്നവന്റെ കൂടെ നിൽക്കുക, അവന് വോട്ട് കൊടുക്കുക. അതല്ലാതെ പള്ളിക്ക് ഒരു പ്രശ്നം, അമ്പലത്തിനൊരു പ്രശ്നം, ചർച്ചിനൊരു പ്രശ്നം, ദൈവങ്ങൾക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞു വരുന്നവന്റെ കൂടെ നിൽക്കാതിരിക്കുക, അവൻ വോട്ട് കൊടുക്കാതിരിക്കുക. എനിക്ക് ഇന്ന് കേരളത്തിന്റെ ജനങ്ങളോട് 26-ാം തീയതി നടക്കുന്ന ഇലക്ഷനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു സീറ്റ് പോലും കൊടുക്കാതിരിക്കലല്ല, ഒരു വോട്ട് പോലും കൊടുക്കാതിരിക്കലാണ്. എന്നാൽ മാത്രമേ ഈ നികൃഷ്ട ജീവികൾ ഈ നാട് വിട്ടു പോകൂ. ആഭ്യന്തര ശത്രുക്കൾ എന്നെഴുതി ഇവര് മുദ്ര കുത്തിയവരല്ല ഇവിടുന്ന് വെളിയിൽ പോകേണ്ടത്. ഇവര് മുദ്ര കുത്താത്തവരും അല്ല ഇവർ വെളിയിൽ പോകേണ്ടത്, ഇവരാണ് വെളിയിൽ പോകേണ്ടത്. അത് എഴുതി വെച്ചിരിക്കുന്ന RSS എന്ന് പറയുന്ന നികൃഷ്ട ജന്തുക്കളാണ് വെളിയിൽ പോകുന്നത്. ഇവർ കാട്ടിക്കൊണ്ടിരിക്കുന്ന വേലത്തരങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ എന്തോ നേട്ടം കൈവരിച്ചതുപോലെയാണ് ഇവര് കണക്ക് കൂട്ടുന്നത്. സത്യത്തില് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതിനെയൊക്കെ എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുമെന്ന് പലപ്പോഴും ചിന്തിക്കേണ്ട അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെന്തിനാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ?
ഇവര് സവർണ ഹിന്ദുബോധം നാട്ടിൽ നടപ്പാക്കാൻ പണ്ടത്തെ കാലത്ത് പറഞ്ഞു കേട്ടത് കൊണ്ട് താന്ന ജാതിക്കാര് മാറുമറയ്ക്കാതെ നടന്ന ഒരു കാലഘട്ടം. പെണ്ണുങ്ങൾക്ക് ഏമാമാരെ കാണുമ്പോൾ യജമാന്മാരെ കാണുമ്പോൾ വഴിമാറി നടക്കേണ്ട കാലഘട്ടം. അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചേ പറ്റൂ, ബുദ്ധിപരമായി നീങ്ങിയേ പറ്റൂ. എന്റെ ആവശ്യം എത്രയേ ഉള്ളൂ, ഇവർക്ക് ഒരു സീറ്റ് പോലും കൊടുക്കലല്ല, ഇവർക്ക് ഒരു വോട്ട് പോലും കൊടുക്കാതിരിക്കലാണ് നമ്മുടെ ലക്ഷ്യം.